ലണ്ടനിലെ തേംസ് നദിക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ലണ്ടൻ ടവർ ബ്രിഡ്ജ് ഉണ്ടായതിനു പിന്നിലെ ചരിത്രം കൗതുകകരവും അതുപോലെ തന്നെ ആശ്ചര്യജനകവുമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുന്തോറും ലണ്ടനിലെ ജനസംഖ്യയും വ്യാപാരവും വലിയ തോതിൽ വളർന്നതിനെ തുടർന്ന് തേംസ് നദിയുടെ കിഴക്കൻ തീരത്ത് ലണ്ടൻ ടവറിനടുത്തായി ഒരു പാലം എന്ന ആശയം ഉരുത്തിരിഞ്ഞു വന്നു. ദീർഘകാലത്തെ പ്ലാനിങ്ങിന് ശേഷം 1886-ൽ ആർക്കിടെക്ട് ഹൊറേസ് ജോൺസിൻ്റെയും ചീഫ് എഞ്ചിനീയർ സർ ജോൺ വോൾഫ് ബെറിയുടെയും നേതൃത്വത്തിൽ ടവർ ബ്രിഡ്ജിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും 1894 ജൂൺ 30-ന് വെയിൽസ് പ്രിൻസ് എഡ്വേർഡ് ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുകയും ചെയ്തു. ഏകദേശം 65 മീറ്റർ ഉയരമുള്ള പാലത്തിലെ ടവറുകൾ വിക്ടോറിയൻ ഗോതിക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തിരക്കേറിയ വ്യാപാര വ്യവഹാരങ്ങൾ നടക്കുന്ന നഗരം ആണ് ലണ്ടൻ എന്നതുകൊണ്ട് തന്നെ വലിയ കപ്പലുകൾ വരുമ്പോൾ ഇരുഭാഗങ്ങളിലേക്കും ഉയർത്താവുന്ന തരത്തിലായിരുന്നു പാലത്തിൻ്റെ നടുഭാഗം നിർമ്മിച്ചത്. തുടക്കകാലത്ത് സ്റ്റീം പവർ ആണ് പാലം ഉയർത്താൻ ഉപയോഗിച്ചിരുന്നത്. 1976ഓടെ ഇലക്ട്രിക് ഹൈഡ്രോളിക് പവറിലേക്ക് മാറ്റം വരുത്തി. 9 മീറ്ററിലധികം ഉയരമുള്ള കപ്പലുകൾക്ക് കടന്നു പോകാനായാണ് പാലം ഉയർത്തുന്നത്. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ഉയർത്തുന്ന പാലം 10 മുതൽ 15 മിനിറ്റുകൾക്ക് ഉള്ളിൽ അടയ്ക്കുകയും ചെയ്യുന്നു. പ്രതിവർഷം 700 മുതൽ 800 വരെ കപ്പലുകൾ ഈ പാതയിലൂടെ കടന്നു പോകുന്നു. 1910-ൽ അടച്ച 2 ടവറുകൾ തമ്മിലുള്ള നടപ്പാതകൾ 1982-ലാണ് സഞ്ചാരികൾക്കായി വീണ്ടും തുറക്കുന്നത്. 2014-ൽ ഈ നടപ്പാതയുടെ ഫ്ലോർ ഗ്ലാസ് പതിപ്പിച്ചതോടെ സഞ്ചാരികൾക്ക് കൂടുതൽ ആസ്വാദ്യകരമായി മാറി. 2008-ൽ പാലത്തിൽ ലൈറ്റിംഗ് സിസ്റ്റം കൂടി നിലവിൽ വന്നപ്പോൾ രാത്രികാല വ്യൂ കാണാനും ആളുകൾ ഒഴുകിയെത്തി തുടങ്ങി. ഗതാഗത സൗകര്യങ്ങൾക്കായി നിർമ്മിച്ചതാണെങ്കിലും ഇന്ന് ഇതൊരു സഞ്ചാര കേന്ദ്രവും സാംസ്കാരികമായും ചരിത്രപരമായും വിലമതിക്കപ്പെടുന്ന ഒരു അന്താരാഷ്ട്ര ഐക്കണും ആയി മാറിയിരിക്കുന്നു. ലണ്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ലണ്ടൻ ടവർ ബ്രിഡ്ജ് തന്നെയായിരിക്കും. കാലങ്ങൾ കഴിയുന്തോറും പ്രൗഢി കൂടിക്കൊണ്ടിരിക്കുകയാണ് ടവർ ബ്രിഡ്ജിന്.